ഞങ്ങളുടെ സിലബസിൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. മീൻസ് നേരെ ഓവർവ്യൂ ആൻഡ് സ്ട്രക്ചർ ഓഫ് CPP പ്രോഗ്രാം, ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ്, കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡീസ്ട്രക്ടേഴ്സ്, കുറച്ച് വലിയ വലിയ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇത് അറിയണമെങ്കിൽ ഈ ക്ലാസ് ആൻഡ് ഒബ്ജക്ട്, കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡീസ്ട്രക്ടേഴ്സ് അതൊക്കെ അറിയണമെങ്കിൽ ആദ്യം നമ്മൾ പ്രോഗ്രാമിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സ് എന്ന് പറയുന്ന പോലെ നമുക്ക് CPPയിലുള്ള കാര്യമാണ് ക്യാരക്ടർ സെറ്റ്. ഓക്കെ, ക്യാരക്ടർ സെറ്റ് നമ്മുടെ ആൽഫബറ്റ്സ്, ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സ് ആണെങ്കിൽ CPPയിലെ ക്യാരക്ടർ സെറ്റാണ്. ആ ക്യാരക്ടർ സെറ്റിൽ വന്നിട്ടുള്ളത് ലെറ്റേഴ്സ് A to Z, ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും, ഡിജിറ്റ്സ് 0 to 9, ദെൻ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, സ്പേസ് വരുന്നുണ്ട്, പ്ലസ്, മൈനസ്, സ്റ്റാർ, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്ററാണ് സ്റ്റാർ, ഡിവിഷൻ ഓപ്പറേറ്റർ, എക്സ്പോണൻറ്റ്, സ്ലാഷ്. ഓക്കെ, സോ ഇത്രയും ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഫോമാറ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളും. ഓക്കെ, അപ്പം ഇത് ഫുള്ള് എന്താണ് CPPയുടെ ക്യാരക്ടർ സെറ്റാണ്, ലൈക്ക് ആൽഫബറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. മനസ്സിലായോ? ഓക്കെ, കുഴപ്പമില്ലല്ലോ, പോട്ടെ അടുത്ത. ഓക്കെ, ഇനി നെക്സ്റ്റ് ജസ്റ്റ് CPP പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പം സാധാരണ രീതിയിൽ നമുക്കിപ്പം ഇംഗ്ലീഷിലൊരു ലെറ്റർ എഴുതണമെങ്കിൽ ഒരു സ്പെഷ്യൽ ഫോമാറ്റ് ഉണ്ട് അല്ലേ? ആണോ? ഹലോ, ഓക്കെ. അപ്പം അതുപോലെ നമ്മുടെ CPP പ്രോഗ്രാമിനും ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്, ഒരു ഫോമാറ്റ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് പ്രോഗ്രാം എഴുതുകയാണെങ്കിലും ഈ ഒരു ഫോമാറ്റിൽ, ഈ ഒരു സ്ട്രക്ചർ. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നുണ്ട് സ്ട്രക്ചർ ഓഫ് CPP പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് include files, class declaration, member function definition, മെയിൻ ഫങ്ഷൻ ഓഫ് പ്രോഗ്രാം. ഇതൊരു ജനറലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഹലോ, ഇതൊക്കെ ഓരോന്ന് എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് പറയാം. ഓക്കെ, അപ്പം സാധാരണ ഒരു CPP പ്രോഗ്രാമിൽ ഇതൊക്കെ ഉണ്ടാകും. ഓക്കെ, ഈ 4 കാര്യങ്ങൾ: ഫയൽസ്, ക്ലാസ് ഡിക്ലറേഷൻ, മെമ്പർ ഫങ്ഷൻ ഡെഫിനിഷൻ, മെയിൻ ഫങ്ഷൻ, പ്രോഗ്രാം. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം ഇതിൽ ഓപ്ഷണൽ ആയിട്ടുള്ളതും ഉണ്ട്. ഓക്കെ, അപ്പം ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. മനസ്സിലായില്ല? ഓ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പം സാധാരണ ഒരു ചെറിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് CPP പ്രോഗ്രാം ഓക്കെ. അപ്പം ഞാനൊരു ഹലോ എന്ന് ഡിസ്പ്ലേ ചെയ്യിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഏതൊരു പ്രോഗ്രാം ആയിക്കോട്ടെ അതിൽ എഴുതിയിട്ട് പറയേ. ഓക്കെ, ഹലോ, ഇത്
ഒരു സാധാ CPP പ്രോഗ്രാമാണ്. ഓക്കെ, ഓരോ ലൈനും എന്താണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഓക്കെ, ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ട് ഇതായിരിക്കും ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം ഈ ഒരു പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ 2 ലൈൻ എന്ന് പറയുന്നത് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ അല്ലേ ആണോ? ഹാഷ് ഇൻക്ലൂഡ് പിന്നെ ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു .h ഫയൽ. ഓക്കെ, ഹലോ, മനസ്സിലാവുന്നുണ്ടോ? എക്സ്പ്ലനേഷൻ തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, ഏതൊരു പ്രോഗ്രാം എടുത്ത് നോക്കിയാലും ഫസ്റ്റ് ഇങ്ങനെ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അതിനുശേഷം വോയിഡ് മെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫങ്ഷനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു CPP പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മസ്റ്റായിട്ട് വേണ്ട കാര്യങ്ങളാണ് ഈ ഹാഷ് ഇൻക്ലൂഡ് ഫയൽസും അതുപോലെ തന്നെ ഈ ഒരു മെയിൻ ഫങ്ഷനും. മെയിൻ ഫങ്ഷൻ. ഓക്കെ, അപ്പം നമ്മുടെ ആ സ്ട്രക്ചറിൽ കണ്ടിട്ടുണ്ട് ഇൻക്ലൂഡ് ഫയൽസ്. ഓക്കെ, ഇൻക്ലൂഡ് ഫയൽസ് അതുപോലെ തന്നെ മെയിൻ ഫങ്ഷൻ പ്രോഗ്രാം. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ഈ 2 കാര്യങ്ങളും ഓപ്ഷനിലാണ്. ഏതൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിൽ ഇൻക്ലൂഡ് ഫയൽസും വരണം, അതുപോലെ തന്നെ മെയിൻ പ്രോഗ്രാമും വരണം. ഓക്കെ, അപ്പം ഈ മെയിൻ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറാണിത്. ഇതൊരു ഫങ്ഷൻ ആണെന്ന് കാണിക്കുന്നതാണിത്. ഓക്കെ, മെയിൻ ഈ ഒരു 2 ബ്രാക്കറ്റ്, അതിനുശേഷം ഓപ്പൺ ബ്രേസസ്. ആ ഓപ്പൺ ബ്രേസസിൻ്റെ അകത്താണ് നമുക്ക് എന്താണോ ചെയ്യേണ്ടത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ഓക്കെ, ഇൻക്ലൂഡ് ഫയൽസ് മെയിൻ ഫങ്ഷൻ്റെ ബോഡി എന്നാണ് ഇതിന് പറയാം. ഓപ്പൺ ബ്രേസസ് ടു ക്ലോസ്ഡ് ബ്രേസസ് വരെയുള്ള അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസിനൊക്കെ പറയുന്നത് മെയിൻ ഫങ്ഷൻ ബോഡി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പം ഇനി ഈ ഓരോ ലൈനും എന്താണെന്നുള്ളത് പറയാൻ പോവാണ്. അപ്പം ആദ്യം തന്നെ കണ്ടിട്ടുള്ളത് ഹാഷ് ഇൻക്ലൂഡ് അല്ലേ? അപ്പം ഈ ഹാഷ് ഇൻക്ലൂഡ് നമുക്ക് അതിനെ പറയുന്നതാണ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്. ഓക്കെ, ഈ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവിൽ വരുന്നതാണ് ഈ ഹാഷ് ഇൻക്ലൂഡും ഹാഷ് ഡിഫൈൻ. ഓക്കെ, ഫസ്റ്റ് പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് ലൈനിൽ കാണുന്ന ഈ ഹാഷ് ഇൻക്ലൂഡ് ഫയൽസ് ഒക്കെ എന്താണ്? ഒരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ആണ്. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് അതുപോലെ തന്നെ ഹാഷ് ഡിഫൈൻ, അങ്ങനെ 2 കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഈ ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഈ IOStream.h അല്ലെങ്കിൽ conio.h എന്ന് പറയുന്നതൊക്കെ ഹെഡർ ഫയൽസ് എന്ന് പറയും. ഓക്കെ, ഹെഡർ ഫയൽസ്. ഓക്കെ, ഈ ഹെഡർ ഫയൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ ലൈബ്രറി ഒന്ന് ആലോചിക്കാം. ലൈബ്രറി. ഓക്കെ, അപ്പം EC ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ബുക്സൊക്കെ ഒരു സൈഡിലാണ്, CSC വേറൊരു സൈഡിലാണ് അല്ലേ, മെക്ക് വേറൊരു സൈഡിൽ, അങ്ങനെ ഫുൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുക അല്ലേ. ഫിസിക്സ് വേറൊരു സൈഡിൽ ആണോ? അല്ലേ? ഓക്കെ, അപ്പോൾ അതുപോലെ CPPക്കും ഒരു ലൈബ്രറി ഉണ്ട്. CPPക്ക് ലൈബ്രറി ഉണ്ട്. ആ ഓരോ ലൈബ്രറിയിലും ഓരോ ഹെഡർ ഫയൽസ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഈ IOStream.h എന്ന് പറയുന്നത് ഒരു ഹെഡർ ഫയലാണ്. ഓക്കെ, IOStream ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം. ഓക്കെ, അപ്പോൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ ഡാറ്റ കൊടുക്കുന്നത്, സിസ്റ്റം ഡാറ്റ നമുക്ക് തരുന്നതൊക്കെ, അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡ്സ് ഒക്കെ ഈ IOStream.h എന്നുള്ള ഹെഡർ ഫയലിലാണ് വരിക. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? ഹലോ? ഓക്കെ, അപ്പം
നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്തായിരുന്നു? എനിക്ക് ഹലോ എന്ന് ഡിസ്പ്ലേ ചെയ്യിക്കണം. അതാണ് എൻ്റെ പ്രോഗ്രാം അല്ലേ? ഹലോ എന്ന് ഡിസ്പ്ലേ ചെയ്യിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അതൊരു ഔട്ട്പുട്ട് സ്ട്രീമാണ്. ഞാൻ സിസ്റ്റം എനിക്ക് ഔട്ട്പുട്ട് സ്ക്രീനിൽ മോണിറ്ററിൽ ഹലോ എന്ന് എനിക്ക് പ്രിൻ്റ് ചെയ്ത് തരണം അല്ലേ? ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം അല്ലേ? അപ്പം ഞാൻ ആദ്യം ഹലോ എന്ന് സിസ്റ്റത്തിന് കൊടുക്കണം, എന്നിട്ട് ഹലോ എന്ന് സിസ്റ്റം എനിക്ക് ഔട്ട്പുട്ടിൽ കാണിച്ചു തരണം അല്ലേ? ആണോ? ഹലോ എന്ന് കൊടുക്കണ്ട, ജസ്റ്റ് എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഈ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു കമാൻഡാണ്, ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ സി ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സി ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ഈ സി ഔട്ട്, ഈ രണ്ട് ലാർജർ ദാൻ സിമ്പിൾ, പിന്നെ ഈ കോട്ട്സ്, ഡബിൾ കോട്ട്സ്. ഓക്കെ, സി ഔട്ട്, രണ്ട് ലാർജർ ദാൻ സിമ്പിൾ, പിന്നെ ഈ ഡബിൾ കോട്ട്സ്. ഈ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് നമ്മൾ എന്ത് എഴുതിയാലും അത് അങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും, ഔട്ട്പുട്ടിൽ തരും. കേൾക്കുന്നുണ്ടോ? സി ഔട്ട്, രണ്ട് ലാർജർ ദാൻ സിമ്പിൾ, ദെൻ അതിനുശേഷം നമ്മൾ ഡബിൾ കോട്ട്സിൽ എന്ത് എഴുതിയാലും അതങ്ങനെ ഔട്ട്പുട്ടിലേക്ക് തരും. ഓക്കെ, അതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം എന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത് ഈ iostream.h എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡർ ഫയലിലാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഹാഷ് ഇൻക്ലൂഡ് ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് iostream.h എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ, ഈ ഒരു ചെറിയ പ്രോഗ്രാമിൽ നമുക്ക് iostream.h എന്നുള്ള ഈ ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. മനസ്സിലായോ? നമ്മുടെ ഈ പ്രോഗ്രാമിൽ കമ്പൈലറിനോട് പറയുകയാണ്. നമ്മളിപ്പോൾ എപ്പോഴും പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ആദ്യം കമ്പൈൽ ചെയ്തിട്ട് എററൊന്നുമില്ല എന്നുള്ളത് കാണും അല്ലേ? എററൊന്നും ഇല്ലെങ്കിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഈ സി ഔട്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് iostream.h എന്നുള്ള ഹെഡർ ഫയലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഈ പ്രോഗ്രാമിലേക്ക് iostream.h എന്നുള്ള ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നതാണ്. മനസ്സിലായോ? ഹാഷ് ഇൻക്ലൂഡ് iostream.h എന്താണെന്നുള്ളത് മനസ്സിലായോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഹാഷ് ഇൻക്ലൂഡ് conio.h എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? conio.h എന്നുള്ള ഹെഡർ ഫയലും നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഹലോ. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വേണ്ട ഹെഡർ ഫയൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ. പിന്നെ മെയിൻ ഫങ്ഷൻ. ഓക്കെ, മെയിൻ ഫങ്ഷൻ വോയിഡ് മെയിൻ. ഈ വോയിഡ് നമ്മൾ നല്ല പഠിക്കും. ഓക്കെ, നമ്മുടെ ഈ മെയിൻ ഫങ്ഷൻ്റെ അകത്താണ് നമ്മൾ എന്ത് എഴുതുക? മെയിൻ ഫങ്ഷൻ്റെ ഈ ബോഡിയിലാണ് നമ്മൾ എന്ത് എഴുതുക? നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതുക. ഇതാണ് മെയിൻ ഫങ്ഷൻ്റെ ബോഡി. മെയിൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു, ആംഗിൾ ഈ ബ്രാക്കറ്റും കൂടി കൊടുത്തു. അതിനുശേഷം ഈ ഓപ്പൺ ബ്രേസസ് ആൻഡ് ക്ലോസ്ഡ് ബ്രേസസ്, ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്ത് വരും? ഈ കോഡ്സിൻ്റെ അകത്ത് എന്ത് എഴുതിയിട്ടുണ്ടോ അത് അങ്ങനെ സ്ക്രീനിൽ കാണും. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ മെയിൻ ഫങ്ഷൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പുറത്തൊരു സെമിക്കോളൻ കണ്ടോ? മെയിൻ ഫങ്ഷൻ്റെ അകത്ത് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാലും നമ്മൾ ഈ സെമിക്കോളൻ ഇടും. നമ്മുടെ ലാംഗ്വേജിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് തുല്യം തന്നെയാണ് ഈ സെമിക്കോളൻ. ഓരോ സ്റ്റേറ്റ്മെൻറ്റും കഴിയുമ്പം നമ്മൾ ഈ സെമിക്കോളൻ ഇടും. സെമിക്കോളൻ ഇട്ടില്ലെങ്കിൽ എറർ വരും. ഓക്കെ,
ഈ ഒരു സിമ്പിൾ പ്രോഗ്രാം മനസ്സിലായോ? ഓക്കെ, അപ്പം ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് അടുത്ത ദിവസം ഈ ഒരു പ്രോഗ്രാം ഒക്കെ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഏത് ഒ എസ് ആണ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ വിൻഡോസ് ഒ എസിൽ ടർബോ CPP ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇതേ സ്ട്രക്ചർ ആയിരിക്കും. അത് നേരെ മറിച്ച് ലിനക്സിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. പക്ഷെ സംഭവം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽസ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ മെയിൻ ഫങ്ഷൻ. ഇപ്പോൾ ചില സിൻടാക്സിലൊക്കെ മാറ്റം വരുന്നേ ഉള്ളൂ. അത് പിന്നെ നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയും ഭാഗം മനസ്സിലാക്കുക. ഏതൊരു CPP പ്രോഗ്രാമിലെ മെയിനായിട്ട് നമുക്ക് ഈ ഹാഷ് ഇൻക്ലൂഡ് പ്രോസസ്സേഴ്സ് വേണം, അതുപോലെ തന്നെ മെയിൻ ഫങ്ഷൻ വേണം. മെയിൻ ഫങ്ഷൻ്റെ അകത്താണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ എഴുതുക. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോഴും എന്ത് വേണം? സെമിക്കോളൻ വേണം. ഓക്കെ, അതുപോലെ തന്നെ മെയിൻ ഫങ്ഷന് ഓപ്പൺ ബ്രേസസും ഉണ്ട്, ക്ലോസ്ഡ് ബ്രേസസും ഉണ്ട്. ഇതാണ് ഈ മെയിൻ ഫംഗ്ഷന്റെ ബോഡി എന്ന് പറയുന്നത്. ഈ ഓപ്പൺ ബ്രേസസിന്റെയും ക്ലോസ്ഡ് ബ്രേസസിന്റെയും അകത്ത് ആക്ഷൻസ് എഴുതുക. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഈ ഒരു ഫോമാറ്റ് ഒരിക്കലും തെറ്റിക്കരുത്. ഇനി പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവിൽ തന്നെ ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ട്. ഓക്കെ, അത് വേറെ പ്രോഗ്രാമിലൂടെ നമുക്ക് പഠിക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന സമയത്ത് എന്താ, ഒരു ഹെഡർ ഫയൽ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. സെയിം തന്നെയാണ് ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇപ്പം തന്നെ പറയണമെങ്കിൽ ഹാഷ് ഡിഫൈൻ വേണ്ട, ചെറുതായിട്ട് പറയാം. ഹാഷ് ഡിഫൈൻ മാക്സ് 100 എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് നമ്മുടെ പ്രോഗ്രാമിൽ എവിടൊക്കെ ഈ മാക്സ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ 100 എന്നുള്ള വാല്യൂ ആണ് എന്നുള്ളൊരു അർത്ഥമാണ് വരിക. ഓക്കെ, ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, അത് വേറൊരു പ്രോഗ്രാമിലൂടെ പറയുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവാം. ഓക്കെ, അപ്പം സ്ട്രക്ചർ മനസ്സിലായി. ഇനി നെക്സ്റ്റ് ജസ്റ്റ് ഇതൊന്ന് വായിക്കാം. ക്ലാസ് ഡിക്ലറേഷനും മെമ്പർ ഫംഗ്ഷൻ ഡെഫിനിഷനും ഇപ്പോൾ ആയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഇൻക്ലൂഡ് ഫയൽസും മെയിൻ ഫംഗ്ഷൻ പ്രോഗ്രാമും ആണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിക്കാം. ഇൻക്ലൂഡ് ഫയൽസ് ഇൻക്ലൂഡിങ് ദ ഇൻബിൽഡ് ഹെഡർ ഫയൽസ് ഓർ യൂസർ ഡിഫൈൻഡ് ഫയൽസ്. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ program execution begins from a main function. Every C++ program should have a main function. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പം ഇവിടെ ഈ സി ഔട്ടിൻ ഈ കോഡ്സിൻ്റെ അകത്ത് ഈ കോഡ്സിൻ്റെ അകത്ത് ഞാൻ എഴുതാണ്, ദിസ് ഈസ് മൈ ഫസ്റ്റ് CPP പ്രോഗ്രാം. എന്തായിരിക്കും ഔട്ട്പുട്ട്? റെസ്പോണ്ട് ചെയ്യൂ, എന്തായിരിക്കും ഔട്ട്പുട്ട്? ദിസ് ഈസ് മൈ ഫസ്റ്റ് CPP പ്രോഗ്രാം തന്നെയായിരിക്കും ഔട്ട്പുട്ട് അല്ലേ? ഓക്കെ, ഇനി ഇത് ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്, എന്തായിരിക്കും ഔട്ട്പുട്ട്? ഓക്കെ,
ഇവിടെ സെമിക്കോളൻ ഇട്ടാലോ, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ അവിടെ സെമിക്കോളൻ ഇട്ടാലോ എന്തായിരിക്കും ഔട്ട്പുട്ട്? മെയിൻ്റെ അവിടെ എറർ തന്നെയാണ്. ഓക്കെ, എറർ തന്നെ കാണിക്കൂ. ഓക്കെ, നിങ്ങൾ CPP പ്രോഗ്രാം ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ടോ? ഹലോ, ഓക്കെ. അപ്പം ഓക്കെ 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 അപ്പോൾ നമ്മുടെ ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക, സെമിക്കോളൻ ഇടുക. ഓക്കെ, അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ചെറിയൊരു തിയറി പോർഷനിലേക്കാണ് പോകുന്നത്. അതിനു മുന്നേ അറ്റൻഡൻസ് ഒന്ന് എടുത്ത് വെക്കുക. അഭിജിത്ത്, അനുവിന്ദ്, അപർണ, അർച്ചിത, അരുൺ, അരുൺ PK, ഓക്കെ, അശ്വിത, ചന്ദ്രലേഖ, ഗോപിക, ഓക്കെ, ഹർഷ്, ഓക്കെ, ഹിപ്സു, ജസീം, ഓക്കെ, പാർവതി, രോഹിത്, വൈഷ്ണവി, ഓക്കെ, ദീപ്തി, ഹരിത, സനില, ശിശിര, സൗമ്യ, ഓക്കെ. ഇല്ലല്ലോ, ഈ 4 പേരില്ലല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോക്കൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പം നമ്മുടെ വേർഡ്സിന് ഇക്വലൻ്റ് ആണ് ടോക്കൺസ്. ഓക്കെ, സ്മാൾ ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാം ഈസ് കോൾഡ് ടോക്കൺസ്. ഓക്കെ, അപ്പം അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, കോൺസ്റ്റൻസ്, സ്ട്രിങ്സ്, ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഓരോന്നും എന്താണെന്ന് നമ്മളിപ്പോൾ പറയും. ഓക്കെ, അപ്പം reserved words which has a predefined purpose. Okay, int, float, car, if, else ഇതൊക്കെ CPPൻ്റെ റിസർവ്ഡ് വേർഡ്സ് ആണ്. ഈ വേർഡ്സ് നമ്മൾ വേറൊന്നിനും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം ഹലോ, എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഓക്കെ, ഓൾറെഡി CPPയിൽ റിസർവ് ചെയ്തിട്ട വേർഡ്സ് ആണ് ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട് എന്നൊക്കെ പറയുന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ ഓരോ വേർഡിനും ഒരു പ്രോസസ്സുണ്ട്. ഓക്കെ, ഒരു മീനിങ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു യൂസറിനും അതൊന്നും റീറൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ
ഈ കീവേഡ്സ് മനസ്സിലാവുന്നെങ്കിൽ ഫസ്റ്റ് ഡാറ്റ ടൈപ്സിനെ കുറിച്ചിട്ടും കൂടി ഒന്ന് പറയാം. ഓക്കെ, അപ്പം സി ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്യാനാണെന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ സി പി പിയിൽ വരുന്നതാണ് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സിസ്റ്റം വെച്ചിട്ട് ഈ ഒരു സി പി പി പ്രോഗ്രാം വെച്ചിട്ട് പല ഓപ്പറേഷൻസ്, അരിത്മെറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഒരു പ്രോഗ്രാമിലൂടെ തന്നെ പറയാം. ഓക്കെ, എനിക്കിപ്പം ഒരു 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചോ. എന്ത് ചെയ്യണം? 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം അതിന് ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ആ 2 നമ്പേഴ്സ് കൊടുക്കണം അല്ലേ. സിസ്റ്റത്തിന് ഏത് നമ്പേഴ്സാണോ എനിക്ക് ആഡ് ചെയ്യേണ്ടത് ആ നമ്പേഴ്സ് എനിക്ക് കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുകയാണെങ്കിലും വേരിയബിൾസിലൂടെ കൊടുക്കാറുള്ളൂ. എങ്ങനെ? വേരിയബിൾസിലൂടെ കൊടുക്കാറുള്ളൂ, നേരിട്ട് നമ്പർ കൊടുക്കില്ല. ഓക്കെ, എനിക്കിപ്പം നമ്മൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെ നമ്പേഴ്സ് ഉണ്ട്? ഇൻറ്റീജേഴ്സ് വരാം അല്ലേ, ആണോ? ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് വരാം അല്ലേ. ഓക്കെ, അപ്പം നമ്മളൊരു വാല്യൂ കൊടുക്കുന്ന സമയത്ത് ആ വാല്യൂ എന്താണെന്നുള്ളതൊന്ന് സ്പെസിഫൈ ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിനോട് പറയണം. ഓക്കെ, എന്ത് ടൈപ്പ് ഡാറ്റയാണ്, എന്ത് ടൈപ്പ് വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് സിസ്റ്റത്തിനോട് പറയണം. അങ്ങനെ എന്ത് ടൈപ്പിനോട് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡാറ്റ ടൈപ്സ്. ഓക്കെ, ഡാറ്റ ടൈപ്സ്. ഓക്കെ, നമുക്ക് ബേസിക് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ഇൻറ്റ്, char, float, bool ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് ഓരോന്നും നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എന്ത് ടൈപ്പാന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഇൻറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പ് പറയുന്നത് നമ്മളൊരു ഇൻറ്റീജർ വാല്യൂ ആണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു നേരെ വേരിയബിൾസിലൂടെയേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വാല്യൂസ് കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പം അതായത് ഇപ്പം ഇൻറ്റ് എ സെമിക്കോളൻ. ഓക്കെ, ഇൻറ്റ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ എന്നുള്ളത് നമ്മുടെ ഒരു വേരിയബിളാണ്. എ എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന ഒരു വേരിയബിൾ നെയിമാണ്. ഓക്കെ, അപ്പം ഈ എക്ക് വേണ്ടിയിട്ട് ഒരു ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് സിസ്റ്റം കൊടുക്കും മെമ്മറിയിൽ. ഓക്കെ, എക്ക് വേണ്ടിയിട്ട് ഒരു ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് സിസ്റ്റം കൊടുക്കും. ആ എയിൽ നമുക്ക് ഇൻറ്റീജർ വാല്യൂസ് കൊടുക്കാം. ഇപ്പം എ ഈസ് ഇക്വൽ ടു 2 എന്ന് കൊടുക്കാം. ഓക്കെ, എ ഈസ് ഇക്വൽ ടു 7 എന്ന് കൊടുക്കാം. ഓക്കെ, ആ ഒരു ഇൻറ്റീജർ വാല്യൂ, ഒരൊറ്റൊരു ഇൻറ്റീജർ വാല്യൂവേ ആ എ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിന് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എനെ ഇൻറ്റീജറായിട്ട് നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഓക്കെ, പിന്നെ നമുക്ക് എക്ക് ആ വാല്യൂ കൊടുക്കാം. എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും ഒരു ക്ലിയർ ഒരു ഐഡിയ കിട്ടിയോ? ഹലോ. ഓക്കെ, അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇൻറ്റീജറിന് വേണ്ടിയിട്ട് ഇൻറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് char എന്നുള്ള ഡാറ്റ ടൈപ്പ്. അതെ, പിന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന് വേണ്ടിയിട്ട് ഫ്ലോട്ട്, ബൂലിയൻ ഡാറ്റ ട്രൂ ഓഫ് ഫാൾസ് അതിന് വേണ്ടിയിട്ട് ബൂൾ എന്നുള്ള ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഫ്ലോട്ട് പോലെ ഡബിൾ ഫ്ലോട്ട് ഉണ്ട്. അങ്ങനെ ഓരോ ഡാറ്റ ടൈപ്പിന് വേണ്ടിയിട്ടും ടൈപ്പ് ഓഫ് വാല്യൂവിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് വിശദമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പം ഇത്